ഹലോ ഗേസ്, സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ അപ്തർസി സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന മൾട്ടിവേഴ്സ് സീരീസ് 3 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ടീം സോളാണ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പ് തന്നെ നിൽക്കുന്നത്. ഒരു ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 66 പോയിന്റ് ടീം സോള് സ്വന്തമാക്കി. സെക്കൻഡ് നിൽക്കുന്ന ടീം തമിഴാസ് ആണ്. 2 ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 55 പോയിന്റ് അവരും സ്വന്തമാക്കി. തേർഡ് ട്രോയ് തമിഴൻസ് നിൽക്കുന്നുണ്ട്. മാച്ച് 1 തന്നെ 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറോട് കൂടിയിട്ടാണ് അവർ തുടങ്ങിയത്. അങ്ങനെ 2 ചിക്കൻ ഡിന്നറോട് കൂടി 52 പോയിന്റോട് തേർഡ് പൊസിഷനിൽ അവർ നിൽക്കുന്നുണ്ട്. 4ാം സ്ഥാനത്താണ് നമ്മളെ കാർണിവൽ ഗെയിമിങ് നിൽക്കുന്നത് 42 പോയിന്റുമായിട്ട്. നമ്മളെ മല്ലൂർഗയുള്ള നോണെക്സ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നുണ്ട് 16ാം സ്ഥാനത്ത് 7 പോയിന്റുമായിട്ട്. നമ്മുടെ സെമി ഫൈനൽസിൽ നല്ലൊരു പെർഫോമൻസ് ടീം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ലൊരു കംബാക്ക് നോണെക്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ. ടോപ്പ് ഫ്രാഗർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ VSTയിലെ എസ്പവർ ആണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്നത് 13 ഫിനിഷേഴ്സുമായിട്ട്. ടീം ഇപ്പോൾ നിൽക്കുന്നത് 9ാം സ്ഥാനത്താണ്. വെറും 23 ഫിനിഷേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളൂ. അതിൽ 13 ഫിനിഷും എസ്പവറിന്റെ വകയാണ്. ഇപ്പോൾ ഏത് ഇവന്റ് നടക്കുകയാണെങ്കിലും ആ ഒരു ടോപ്പ് ഫ്രാഗർ ലിസ്റ്റിൽ നമുക്ക് എസ്പവറിന്റെ പേര് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻഡിവിജ്വലി വേറെ ലെവൽ പെർഫോമൻസ് തന്നെയാണ് എസ്പവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡേ 2 മത്സരങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അപ്തർസി സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ദ സ്പോർട്സ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്യുന്ന TC കമ്മ്യൂണിറ്റി കപ്പ് ലീഗ് ഓഫ് ലെജൻഡ് ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ലീഗ് ഓഫ് ലെജൻഡ് ടൂർണമെന്റ് അത്യാവശ്യം നടക്കുന്നുണ്ട്. 3 ലക്ഷം രൂപയായിരുന്നു അതിന്റെ പ്രൈസ് പൂൾ ഉണ്ടായിരുന്നത്. ഇവന്റ് അവസാനിച്ചപ്പോൾ ആസ്റ്റോറിക്സ് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. 1.5 ലക്ഷം രൂപയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. സെക്കൻഡ് എത്തിയത് കാക്കോ ഗെയിമിംഗ് ആണ്. 80,000 രൂപ അവരും സ്വന്തമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൈസ് പൂൾ തന്നെ ലീഗ് ഓഫ് ലെജൻഡിൽ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലീഗ് ഓഫ് ലെജൻഡിൽ ഈ സ്പോർട്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ടൂർണമെന്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ദ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അതിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ലീഗ് ഓഫ് ലെജൻഡ് ഇന്ത്യക്ക് പുതിയതായിട്ടുള്ള ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മൾ ക്രാഫ്റ്റും BGMA റോഡ് മാപ്പ് അനൗൺസ് ചെയ്ത സമയത്ത് റേസിംഗ് സ്റ്റാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂർണമെന്റും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അനൗൺസ്മെന്റും കൂടി നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചു. ക്രാഫ്റ്റൺ ഇന്ത്യ സ്പോർട്സ് റേസിംഗ് സ്റ്റാർ പ്രോഗ്രാമിന്റെ രജിസ്ട്രേഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു പുതിയ പോസ്റ്റ് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. ക്രാഫ്റ്റൺ ഇന്ത്യ സ്പോർട്സിന്റെ വെബ്സൈറ്റിലായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് ക്രൈറ്റീരിയ, എങ്ങനെയൊക്കെയാണ് അതിന്റെ സിസ്റ്റം എന്നൊന്നും. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കാണാനായിട്ട് സാധിക്കും. ഇത് പ്യൂർലി അണ്ടർഡോഗിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്കൊന്ന് നോക്കാം എത്രത്തോളം അത് വർക്കൗട്ട് ആവുന്നുള്ളത്. എൻ്റെ അടുത്തൊരു ഇൻഫോ നമ്മളെ BGISന്റെ രജിസ്ട്രേഷൻ അവസാനിച്ചിട്ടുണ്ട്. ഇൻ ഗെയിം ക്വാളിഫയേഴ്സ് ആണ് ഇനി എല്ലാവരുടെയും മുന്നിലുള്ളത്. ഈ ഒരു മാസം 25 മുതൽ ഫെബ്രുവരി 2 വരെയാണ് ഈ ഒരു ഇൻ ഗെയിം ക്വാളിഫയേഴ്സ് വരുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത ടീമുമായിട്ട് കളിക്കുന്ന മാച്ചുകളാണ് അവർ കൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ പ്ലേയിങ് ഫോറിൽ ഇൻക്ലൂഡ് ചെയ്ത 4 പേര് വെച്ചിട്ടാണ് ഇൻ ഗെയിം ക്വാളിഫയേഴ്സ് കളിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിൽ വെച്ച ആൾക്കാർ വെച്ച് കളിക്കുമ്പോൾ അത് മാച്ചുകൾ കൗണ്ട് ആവില്ല. ആൻഡ് ഈ ഒരു ഡേറ്റിൽ നമ്മൾ കളിക്കുന്ന ഫസ്റ്റ് 15 മാച്ചുകളാണ് അവർ കൗണ്ട് ചെയ്യുക. അതിൽ ടോപ്പ് 10 മാച്ചുകൾ അവർ എടുക്കും. ആ ഒരു 15 മാച്ചിൽ 10 മാച്ചിൽ നമ്മൾ ചിക്കൻ ഡിന്നർ അടിച്ചിരിക്കണം. ആ ചിക്കൻ ഡിന്നർ അടിക്കുന്ന മാച്ചുകളിൽ 38 മുകളിൽ അറൗണ്ട് 40 ഫിനിഷസ് എങ്കിലും സ്വന്തമാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് BGISന്റെ റൗണ്ട് 1 ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലാസിക് മാച്ചുകളായിരിക്കും. നമ്മൾ ഇവന്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാക്സിമം നിങ്ങളെ ബെസ്റ്റ് കൊടുക്കുക. BGISന്റെ റൗണ്ട് 1 ക്വാളിഫൈ ആവാനായിട്ട് ശ്രമിക്കുക. എൻ്റെ അടുത്തൊരു ഇൻഫോ ഇന്നലെ നടന്ന രണ്ടാമത്തെ തേർഡ് പാർട്ടി ഇവന്റ് 1M ഒഫീഷ്യൽസ് കണ്ടക്ട് ചെയ്ത 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നവന്റെ സെമി ഫൈനൽസിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കാർണിവൽ ഗെയിമിങ്ങിന്റെ ഒരു അടിപൊളി കംബാക്ക് പെർഫോമൻസ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ 48 പോയിന്റാണ് 4 മാച്ചുകളിൽ അവർ സ്വന്തമാക്കിയത്. അങ്ങനെ 7ാം സ്ഥാനത്ത് നിന്നും 1ാം സ്ഥാനത്തേക്ക് കാർണിവൽ ഗെയിമിംഗ് എത്തിയിരിക്കുകയാണ് 77 പോയിന്റുമായിട്ട്. സെക്കൻഡ് വസിഷ്ഠ നിൽക്കുന്നുണ്ട് 58 പോയിന്റുമായിട്ട്. തേർഡ് മെഡലി സ്പോർട്സ് നിൽക്കുന്നുണ്ട് 57 പോയിന്റുമായിട്ട്. 5ാം സ്ഥാനത്ത് സോള് നിൽക്കുന്നുണ്ട് 57 പോയിന്റുമായിട്ട്. 11ാം സ്ഥാനത്താണ് ഗോളിലേക്ക് നിൽക്കുന്നത് 47 പോയിന്റുമായിട്ട്. 18ാം സ്ഥാനത്ത് നോണെക്സ് നിൽക്കുന്നുണ്ട് 36 പോയിന്റുമായിട്ട്. ഇന്നാണ് സെമി ഫൈനൽസിന്റെ ലാസ്റ്റ് ഡേ വരുന്നത്. ടോപ്പ് 16 ടീമുകളാണ് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. അപ്പോൾ നോണെക്സിന് നല്ലൊരു പെർഫോമൻസിന്റെ ആവശ്യകത ഉണ്ട്. അതുപോലെ തന്നെ K9 നല്ലൊരു പെർഫോമൻസ് വേണം. ഫീനിക്സിനൊക്കെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ടോപ്പ് 16 എത്തിയിട്ട് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാനായിട്ട് സാധിക്കുള്ളൂ. 7 ലക്ഷം രൂപ പ്രൈസ് പൂളും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചുകൾ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. നിങ്ങൾ മാച്ചുകളൊന്നും മിസ് ചെയ്യാതിരിക്കുക. 1M ഒഫീഷ്യൽസിൻ്റെ യൂട്യൂബ് ചാനൽ ഈവനിങ് മാച്ചുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ ഇപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.